സാദരം ക്ഷണിക്കുന്നു. ഗിരീഷ് കർണാട് തിയേറ്റർ സ്മാരക വേദിയുടെ പ്രസിഡന്റായിരിക്കുന്ന രാജാവായിട്ട് നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ രാജു എബ്രഹാം എക്സ് എംഎൽഎ, ശ്രീ കുടുംബം ഗോപാലകൃഷ്ണൻ, വേദിയിലെയും സദസ്സിലെയും ഏറ്റവും സ്നേഹ നിറഞ്ഞ കലാകാരന്മാരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടുകൂടിയാണ്, നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ നിന്ന് ചോദിച്ചു, ജിഷ എൻ്റെ ആയിരിക്കുന്നതെന്ന് ചോദിച്ചു. തൃശ്ശൂരുള്ള ഈ കുട്ടിയെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് നാടകവുമായിട്ടുള്ള എൻ്റെ ബന്ധം ആണ് എന്ന് പറയുന്നത് അഭിമാനമുണ്ട്. കാരണം ഇത്രയധികം കലാകാരന്മാരെ ഒരുമിച്ച് ചേർത്ത് നിർത്തുവാനായിട്ട് കഴിയുന്നു എന്ന് പറയുന്നത് സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആത്മാർത്ഥമായി മനസ്സിലാവൂ. കാരണം രാജ പറഞ്ഞതിൻ്റെ ഒരു വളരെ മനോഹരമായി നമ്മളോട് സംസാരിച്ചു. രാജ ഇത്തരം കാര്യങ്ങളൊക്കെ അന്നും റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. രാജയുടെ അത്തരത്തിലുള്ള പാഠവം അദ്ദേഹത്തിൻ്റെ ഭാഷയിലും സംസാരത്തിലും നിറഞ്ഞു നിന്നു വളരെ സന്തോഷത്തോടുകൂടി പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നാടക കലാകാരന്മാർ, നാടകരംഗത്ത് പ്രവർത്തിക്കുന്നവർ, അമേച്ചർ നാടകവേദികളിൽ ആണെങ്കിലും പ്രൊഫഷണൽ നാടകവേദിയിലാണെങ്കിലും ഒക്കെ സമൂഹത്തിൽ എത്രത്തോളം അംഗീകരിക്കപ്പെടുന്നു, അവർക്ക് എത്രത്തോളം സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരെ എത്രത്തോളം ബഹുമാനിക്കുന്നു, അവിടെയാണ് ഈ ഗിരീഷ് കർണാടിനെ പോലെയുള്ള ആൾക്കാരുടെ, നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ മലയാളത്തിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നു നാടകരംഗത്തെ കാസർഗോഡിൻ്റെയും കർണാടകത്തിൻ്റെയും ഒക്കെ ഉള്ള പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തുമൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. രാമാനുജൻ സാറ് മുതൽ ഉള്ള ചന്ദ്രപ്രഭ സാറും അത്തരത്തിലുള്ള ഒരുപാട് ശ്രേണികളുള്ള ആൾക്കാർ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും. പക്ഷെങ്കിൽ പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര ആൾക്കാർ ഈ രംഗത്ത് ഉജ്ജ്വലമായി അല്ലെങ്കിൽ വളരെ പ്രതിഭയോടുകൂടി ഇതിനെ മുന്നോട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ. ഇതിൻ്റെ മുഖ്യമായ കാരണം നാടകരംഗത്ത് പ്രവർത്തിക്കുന്നു, നാടകത്തിൻ്റെ ഒരു പ്രതിഭയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാടകത്തിൻ്റെ ഒരു കലാകാരനാണ് എന്ന് പറയുന്നത് സമൂഹം നൽകാത്ത, അല്ലെങ്കിൽ ഒരു സമൂഹം ഒരു പദവി നൽകാത്തത് കൊണ്ട് കൂടി ആയിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് ഞാൻ തലമുറയിലോട്ട് നല്ല കലാകാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കൂടെ വഴിവിട്ട് മാറാൻ വേണ്ടി ആ കൊടുക്കൊണ്ടെടുത്ത് വരുന്ന അദ്ദേഹത്തിന് സിനിമയിലെടുക്കുക. അപ്പം നാടകരംഗത്തു നിന്ന് തന്നെയാണ് ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ വളരെ ചെറിയ രീതിയിലുള്ള നാടക പ്രവർത്തനങ്ങളിൽ കൂടെയാണ് ഞാൻ ചലച്ചിത്ര രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തിരുവല്ല കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന MP സർവൻ ഫൗണ്ടേഷന് എല്ലാ വർഷവും അഗ്രഹകാലത്ത് അടിസ്ഥാനത്തിൽ നാടക മത്സരം നടത്തുമ്പോൾ അങ്ങനെയാണ് എനിക്ക് ജിഷയെ പരിചയം. അല്ലാതെ വേറെ രീതിയിലല്ല. ഇപ്പോൾ ജിഷ എന്നുള്ളൊരു പേരും ജിഷയുടെ അവിടെ നാടകവുമായി സ്ഥിരമായിരിക്കുന്നു. 1-2 പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഞാൻ നേരിട്ട് ആദ്യം സംസാരിച്ചിട്ട് പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് നിങ്ങളോടൊക്കെയുള്ള ബഹുമാനം കൊണ്ടാണ്. കാരണം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കൂടുതലായിട്ട് ഈ നാടക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേദികളുണ്ടാകുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ രാജസാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നാടക സാഹിത്യ ചലച്ചിത്ര രംഗത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ വളരെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ ഏറെ കാലങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥത്തിലുള്ള. അപ്പോൾ
അത്തരത്തിലുള്ള സമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിനെയൊക്കെ കലാകാരന്മാരെ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ പറഞ്ഞിട്ട് നമുക്ക് സാമൂഹ്യമായിട്ട് സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ലെങ്കിൽ പോലും മനുഷ്യരെ കാണാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ. നമ്മളുടെ നിറങ്ങൾക്കപ്പുറമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജാതിക്കപ്പുറമായിട്ടൊക്കെ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഒരു സാമൂഹിക രീതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. കലാകാരന്മാർ എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും നാടകം ഒരു ചടവാടിനെ പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഈ തിയേറ്റർ സ്മാരക കഴിയട്ടെ. എന്നെ വളരെ അത്ഭുതപ്പെടുത്തുകയാണ്. വളരെ അഭിമാനമല്ലേ നമുക്ക്. നോക്കിയ പത്തനംതിട്ടയുടെ ഒരു ചെറിയൊരു ഫോണിൽ ഗിരീഷ് കർണാടക എന്ന് പറയുന്ന തുല്യനായ ഒരു മനുഷ്യനെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കർണാടകയിൽ പോലും ഇത്തരത്തിൽ ഇത് ഞാനിവിടെ തുടർച്ചയായി രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുന്നു. ഇങ്ങനെ ഇത്രയധികം ആൾക്കാർ വരുന്നു, കുറേയധികം ആൾക്കാരെ ആദരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനമായിട്ട് തന്നെയാണ് കരുതുന്നത്. അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ രാജവാര്യർ, ശ്രീ കൊടുവൺ ഗോപാലകൃഷ്ണൻ, ഇവരോടൊക്കെയുള്ള എത്രയധികം പലരും എന്നോടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ഈയൊക്കെ വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയായിട്ട് നടക്കും, എനിക്ക് വേറെ പണി. ഞാൻ ഈ നാടകോത്സവമൊക്കെ നടത്തും, ഇത് സിനിമ ചെയ്തുകൂടെ, ഇവിടെ നിന്ന് ഈ ചെറുതായിട്ട് ആദ്യത്തെ വന്ന് കിടന്നിട്ട് രാത്രി മുഴുവൻ ഉറക്കം ചെയ്യുന്നത് ഈ നാടകം കൊണ്ട് നടക്കുന്നതാണ്. അപ്പം അതല്ല, അതിൻ്റെ നമ്മൾ ഓരോ വ്യക്തിത്വത്തിനും ഓരോ മനുഷ്യനും എല്ലാവർക്കും ഒരേപോലെ ആവാൻ കഴിയില്ലല്ലോ. കുറച്ച് മണ്ടന്മാർ വീണ്ടും നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹം കുറച്ചെങ്കിലും നന്മയിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണം കൂടെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ കലാകാരന്മാരുടെ ചെറിയ കൂട്ടം. എല്ലാവരെയും ഇതിൽ വാർഡ് എനിക്ക് എന്നെയും ബഹുമാനിക്കുന്നു, ഒപ്പം നിങ്ങൾ ഓരോരുത്തരെയും ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ജീവിതത്തിൻ്റെ ഏറിയ പങ്കും കലാരംഗത്ത് സാഹിത്യത്തിലൂടെയും സിനിമയിലൂടെയും നാടകത്തിലൂടെയും തൻ്റെ ചിന്തകളെ ആശയങ്ങളെ ഒക്കെ പറഞ്ഞു വെച്ചിട്ടാണ് ഒരു വലിയ കലാകാരൻ പോയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉചിതമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങുകൾ അവതരിപ്പിച്ചു.